ഇടിഞ്ചക്ക ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ചതച്ചെടുക്കാം. നമുക്കിനി തേങ്ങയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കാം. പച്ചമുളകായിരുന്നു പഴുത്തുപോയി. പാത്രം ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി സ്വല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടാണ് ചക്ക ചതച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കാം. എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഇടിഞ്ചക്ക തോരൻ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുകൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.